അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടതാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇറാഖിലും സിറിയയിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായി എന്ത് ബന്ധമാണ് ഈ ഒരു പ്രശ്നത്തിനുള്ളത്? അതല്ലെങ്കിൽ ആ മാറ്റങ്ങൾ ഏത് വിധേനയാണ് ഈ ഒരു ഇറാൻ അമേരിക്ക സംഘർഷത്തെ സഹായിക്കുക? അല്ലെങ്കിൽ ഇതിൽ ലാഭം കൊയ്യുന്ന രാജ്യം ഏതാണ്? ഇത് ആരുടെ ബുദ്ധിയിൽ നിന്നാണ് ഇത്തരമൊരു തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലായി ഏകദേശം സിറിയൻ ജയിലുകളിൽ നിന്നായി ഏകദേശം 7000-ഓളം ഐസിസ് തടവുപുള്ളികളെയാണ് ഇറാഖിലേക്ക് അമേരിക്കയുടെ നേതൃത്വത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അമേരിക്ക നേരിട്ട് സിറിയയിൽ നിന്നും ഭീകരവാദികളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും വിചാരണ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഇറാഖിനെ തിരഞ്ഞെടുത്തു? ഇറാഖിന് എന്ത് നേട്ടമാണ് ഇതിൽ നിന്ന് അവർ കൊയ്യുന്നത്? കാരണം ഇറാഖിൻ്റെ താല്പര്യം എന്താണ്? സിറിയയിൽ നിന്നും ഈ ഐസിസ് ഭീകരവാദികളെ ഇറാഖിലേക്ക് കൊണ്ടുവരാനും അവിടെ വെച്ച് വിചാരണ ചെയ്യാനുമുള്ള ഒരു ഇറാഖിൻ്റെ താല്പര്യത്തിന് പിന്നിൽ എന്ത് ലക്ഷ്യമാണ് പറഞ്ഞിരിക്കുന്നത്? മാത്രമല്ല, നിലവിൽ സിറിയയിലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ഡിസംബർ മുതൽ ആരംഭിച്ച അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും സഖ്യകക്ഷികളായിക്കൊണ്ട് ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐസിസ് ഭീകരവാദികളിൽ നിന്ന് തന്നെ വളർന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ് നിലവിൽ സിറിയയുടെ ഭരണാധികാരി. എന്നാൽ അദ്ദേഹം ആ ഒരു പഴയ സംഘടനയെ പൂർണ്ണമായും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഈ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിടണമെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ആക്രമണം ഉണ്ടാക്കുക എന്ന പതിവ് ലക്ഷ്യം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പതിവ് തന്ത്രം തന്നെയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിൻ്റെ തകർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഇറാൻ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായും നശിച്ചു, അത് പൂർണ്ണമായും ഒരു നാഥനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. ഈ ഒരു ലക്ഷ്യം തന്നെയാണ് ഇസ്രായേലിൻ്റെയും പ്രധാനമായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന ഒരു രാജ്യം അത് ഇസ്രായേൽ തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങളിൽ. കാരണം അതിനൊരു തടസ്സമായിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും എക്കാലത്തും നിലകൊണ്ടിട്ടുള്ളത് ഇറാൻ തന്നെയാണ്. ഇനി ഐസിസ് ഭീകരരെ സിറിയയിൽ നിന്നും ഇറാഖിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചും വിചാരണ ചെയ്യുമ്പോൾ രണ്ട് ലാഭമാണ് അമേരിക്ക കൊയ്യുന്നത്. ഒന്ന്, ഇതിനുള്ള ചെലവും കാര്യങ്ങളെല്ലാം ഈ ഒരു വിചാരണയ്ക്കും അതുപോലെ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള എല്ലാവിധ ചിലവും ഇറാഖ് ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അവിടെയും അമേരിക്കയ്ക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ലാഭം ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഭീകരരെയാണ് ഇവർ പൂർണ്ണമായിട്ടും ഇറാഖിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അമേരിക്കയ്ക്ക് സഹായകമാകുന്ന രീതിയിലോ അതല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ആ മേഖലയെ മാറ്റിയെടുക്കുക എന്നൊരു തന്ത്രം കൂടി ഇതിന് പിന്നിൽ ഉണ്ടായേക്കാം. കാരണം ആ ഒരു സൂചനയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഐസിസ് ഭീകരവാദികളെ കുറിച്ചൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേൾക്കാൻ തുടങ്ങിയതാണ്. അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളുണ്ട്. കാരണം അമേരിക്ക തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്നും അതല്ല അത് ഇസ്ലാമിക ടെററിസ്റ്റുകളാണ് എന്നൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാഖിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയാകാം ഈ ഒരു മാറ്റം എന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കാരണം നിലവിലെ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു റിസൾട്ടിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റിൻ്റെ തകർച്ച ആരാണോ ലക്ഷ്യം വെക്കുന്നത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്തരം മാറ്റങ്ങളെ കൊണ്ടുപോകാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇനി എന്തായിരിക്കും മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം.